ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനെ എല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ താമസിച്ചു പോയി. എൻ്റെ 30 ഗ്രാമിൻ്റെ ഡാർട്ട് പൊട്ടിപ്പോയി. അതുകൊണ്ട് അറ്റം അങ്ങ് കണ്ടോ, അങ്ങ് മരമൊക്കെ മുറിക്കുന്നുണ്ട്. ഒരു ചീഞ്ഞ വലയൊക്കെ കണ്ടോ, ആ ചീഞ്ഞ വലയുടെ മൂന്നാമതൊരെണ്ണമുണ്ട്. 3 ചീഞ്ഞ വല, മൂന്നാമത്തെ ആ ഭാഗത്ത് നിന്നപ്പോഴാണ് അടിച്ച് പൊട്ടിപ്പോയത്. അപ്പോൾ ഒരുപാട് കഷ്ടമായിപ്പോയി. അതുപോലെ ഈ നൂല് ഇത്തിരി നാളായല്ലേ, അപ്പോൾ ഇതിൻ്റെ കാലാവധിയൊക്കെ തീർന്ന് പൊട്ടി പോവുക. അപ്പം ഫിഷിങ്ങൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് പോവാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് പ്രശ്നം ഫിഷിങ്ങിന് പോയതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ മീൻ മൊത്തം മിസ്സായി പോയതാണ്, റബ്ബർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ വീഡിയോയിലാണെങ്കിൽ എൻ്റെ 30 ഗ്രാമിൻ്റെ ഡീപ്പ് ഡാർട്ട് പോയി. അതും ഒരു നോർമൽ ഡാർട്ടും പൊട്ടിപ്പോയി. എല്ലാം കൊണ്ട് ഇച്ചിരി കുഴപ്പമായിരുന്നു. നമുക്ക് കിട്ടിയ കരിമീനെ എടുത്തിട്ടത് ഈ മണ്ണിലായിപ്പോയി. എന്തായാലും നമ്മൾ വെള്ളത്തിലോട്ടിറക്കി ഒന്ന് കഴുകി കഴിഞ്ഞെടുക്കാം. ഇവിടം മുതൽ നമ്മൾ നോർമൽ ഡാർട്ട് ഇട്ടാൽ നമ്മൾ കരിമീനെ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് മാറ്റി ആ ഡീപ്പ് ഡാർട്ട് എടുത്തത്. അതാ പെട്ടുപോയത്, എങ്ങനെയോ പൊട്ടിപ്പോയി. എടുക്കാം. അപ്പോൾ നോക്കട്ടെ. മറന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം ഒരു മീഡിയം സൈസ് കരിമീനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഷൂട്ടിലോട്ട് നമുക്ക് പോവാം. പാറക്കലിൻ്റെ മണ്ടയിൽ ആ കരിമീൻ എന്തോ തിന്നുകൊണ്ടിരുന്നതാ. കല്ലിപ്പോയിരിക്കുന്നു. അടുത്ത ഷൂട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മളൊരു ചുണ്ടനെ അടിച്ചെടുക്കുന്നത്, കോലാനെ. ഒന്ന് കണ്ടു നോക്കാം ഷൂട്ട്. സവാള കിരി ആ പോകുന്നൊരു ചുണ്ടൻ. പിടിച്ചോട്ടെ. ഞാൻ എയിം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ആ കവണ പിടിച്ച് ഞാൻ എയിം ചെയ്യുന്നത്, ഉന്നം നോക്കുന്നത്, അത് ഇതിനകത്തുണ്ട്, ഈ വീഡിയോയിലുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇച്ചിരി നേരം ഉണ്ടത്, അപ്പോൾ കണ്ടു നോക്കുക. ഞാൻ എയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഒരിക്കലും നമ്മൾ മീനിൻ്റെ നേരെയല്ല എയിം ചെയ്യുന്നത്. കാരണം ഒരു ശകലം താത്താണ് എയിം ചെയ്യുന്നത്, എന്നെങ്കിലും മീൻ കറക്റ്റ് കൊള്ളും. എയിമിങ്ങൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. നേരെ നമുക്ക് എയിം ചെയ്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിൽക്കുന്ന മീനെയൊക്കെ, അതായത് ബ്രാലിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കോലാൻ, ബ്രാല് ഇതിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിൽ കിട്ടും. അന്നേരം നമുക്ക് അതിൻ്റെ നേരെ നമുക്ക് അമ്പ് ചെയ്യാം. വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടാണ്.
ആ മീൻ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് നമ്മൾ മീനെ എയിം ചെയ്യുന്നത്. എന്നെങ്കിലേ മീൻ കറക്റ്റ് കൊള്ളത്തുള്ളൂ. അല്ല നമ്മൾ മീനെ നേരിട്ട് മീനെ അടിക്കുകയാണെങ്കിൽ ഒരിക്കലും അടിയിൽ നിൽക്കുന്ന മീനെ നേരിട്ട് കൊള്ളത്തില്ല. ഒന്നെങ്കിൽ അതിൻ്റെ മേളിൽ കൂടെ മാത്രമേ അത് അമ്പ് പാസ് ചെയ്ത് പോകത്തുള്ളൂ. കാരണം നമ്മളാ ചെറിയ തോതിൽ കണക്ക്, വലിയ പാടൊന്നുമില്ല, ചെറിയ തോതിൽ കണക്കൊക്കെ പഠിച്ചാൽ മതി. കണക്കെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ താഴ്ന്നോ എങ്ങനെ നിൽക്കുന്നത് നമുക്കൊരു ഉദ്ദേശം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എയിം ചെയ്യുന്നത്. വെള്ളത്തിലെ ഈ കരിമീൻ, വാഹ അങ്ങനെയുള്ള മറ്റ് ഐറ്റങ്ങളൊക്കെ എത്ര താഴ്ന്ന് നിൽക്കുന്നത്, എത്ര അടി താഴ്ന്ന് നിൽക്കുന്നത് നമുക്കൊരു കണക്കുകൂട്ടലുണ്ടല്ലോ. അപ്പോൾ ആ കണക്കുകൂട്ടലിൽ ഇച്ചിരി കൂടെ താത്തടിക്കുക. ആ മീൻ നിൽക്കുന്നതിലും ഇച്ചിരി കൂടെ നമ്മൾ താത്തടിക്കുമ്പോൾ കറക്റ്റ് അതിന് എയിമിങ് ആയിരിക്കും, അതിൻ്റെ ശരീരത്തായിരിക്കും ഡാർട്ട് ചെല്ലുന്നത്. സ്ലിംഗ് ഷോട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. കാരണം ഞാൻ ഇതിനകത്ത് വോയിസ് മെസ്സേജ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് വോയിസ് മെസ്സേജ് ഇടുന്നത്. അടുത്ത ഷൂട്ടിൽ ഞാൻ എയിമിങ് ചെയ്താണ്, ഞാൻ എയിമിങ് നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ മീനെ നമ്മൾ അമ്പ് ചെയ്യുന്നത്. കാരണം കരിമീനൊക്കെ ഈ പ്രാവശ്യം കുറവാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയിരുന്നു അന്ന് വീഡിയോ എടുക്കാൻ. ഒരുപാട് കറങ്ങി ഒരു ഷൂട്ടിന് വേണ്ടി. നമ്മൾ ഡാർട്ടൊന്ന് മാറ്റിയായിരുന്നു, നോർമൽ മാറ്റി നമ്മൾ ഡീപ്പ് ഡാർട്ട് അപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഏത് വഴിയൊക്കെ കയറിപ്പോയി നോക്കേ, ഇങ്ങനെ കയറിപ്പോയി. ഞാൻ നിർത്താതെ ഷൂൾ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നോടാ കണ്ടത്. വേറൊരു വലിയൊരു കരിമീൻ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ പിന്നോടാ ശ്രദ്ധിച്ചത്, അതിനെ ഞാൻ ഷൂൾ അടിച്ചത്. അടിച്ച് ഒന്നും കുരുങ്ങാനുള്ള ആവശ്യമില്ലാത്തതുകൊണ്ട് ഓടുന്നു, എന്നെ വിട്ട് ഓടുന്നു. അല്ലെ പറഞ്ഞിട്ട് പോകും. കാണിക്കാൻ കയറി കുരുക്കോ അത് കേട്ടോ. ഇതെൻ്റെ വാൽഭാഗത്ത് അടിയുണ്ട്. ഒരെണ്ണോടെ വന്നിപ്പോൾ ഒന്നൂടെ നോക്കട്ടെ. വേറൊന്നും വന്നിപ്പോൾ ഒന്ന് നോക്കട്ടെ. ഇത്തിരി വലിയ ഒരെണ്ണം നിൽക്കുന്നില്ല. വലിയ ഒരെണ്ണം അത്. അങ്ങോട്ട് പിടി തരാൻ കിടന്ന് കറങ്ങും. പിടി തരാതെ കിടന്ന് കറക്കുവന്നേ. അടുത്ത ഷൂട്ടിലാണ് നമ്മുടെ ആ ഡീപ്പ് ഡാർട്ട് പൊട്ടിപ്പോകുന്നത്. എങ്ങനെ പൊട്ടിയെന്നൊന്നും ഒരു പിടുത്തമില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, അടുത്ത ഷൂട്ടൊന്ന് കണ്ടു നോക്കുക. മീൻ കിടപ്പുണ്ട് കേട്ടോ, അതിന് തോന്നുമ്പോഴേക്കും അത് പെരുത്തുള്ളൂ. പക്ഷെ അത് നല്ല കറക്റ്റ് വെള്ളമില്ലാത്തതുകൊണ്ട് നിൽക്കുന്നേ. കറക്റ്റ്. അയ്യോ, ഊരിപ്പോയി. എൻ്റെ അമ്പും കൊണ്ട് പോയ. അയ്യോ, അമ്പും പൊട്ടിപ്പോയി. ഇതെവിടാന്ന് അറിയാൻ വയ്യല്ലോ. 30 ഗ്രാമിൻ്റെ അമ്പ് പൊട്ടിപ്പോയി. 300 രൂപ പോയി. ഇനി നമുക്ക് രക്ഷയായിട്ടുള്ളത് നോർമൽ ഡാർട്ട.
കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ ശ്രമിച്ച് നോക്കാം. അടിപൊളി. നമ്മളെ ഡാർട്ട് പൊട്ടിപ്പോയാലും എത്ര വില കൂടിയ ഡാർട്ട് പൊട്ടിയാലും ശരി തന്നെ നമ്മുടെ കൂടെ ഒരാളില്ലാതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കരുത്. അത് കൂടുതൽ അപകടമാണ്. ഒറ്റയ്ക്ക് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടുന്ന അറിയത്തില്ല. എനിക്ക് പിന്നെ ഇതെല്ലാം നല്ല നീന്തൽ നല്ല വശം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ കരക്ക് ഇരിക്കുന്നത്. ഞാൻ ഇറങ്ങാൻ നിൽക്കത്തില്ല. അമ്പ് പോയാലും ഞാൻ ഇറങ്ങാൻ നിൽക്കത്തില്ല കൂടെ ഒരാളില്ലാതെ. ആ ഡീപ്പ് ഡാർട്ട് ഒരു പാളിച്ച് പോലും ഇല്ലാതെ കറക്റ്റ് നമ്മൾ മീനിൻ്റെ നേരെ എയിം ചെയ്യുവാണെങ്കിൽ കറക്റ്റ് മീനിൻ്റെ നേരെ ചെല്ലുന്ന ഡാർട്ടായിരുന്നു 30 ഗ്രാമിൻ്റെ. പക്ഷെ അത് നമ്മുടെ കൈ വിട്ട് പോയത് മൊത്തം കഷ്ടമായിപ്പോയി. അന്നത്തെ ദിവസം മൊത്തം കഷ്ടമായിരുന്നു. കുത്തി അടിക്കാൻ പറ്റിയ ഡാർട്ടായിരുന്നു അത്. നമുക്കതിനെ കിട്ടിയല്ലോ. ഉണ്ടോ? മലന്നത് മലന്ന് ഈ എണ്ണയുടെ കളറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മീനെ കറക്റ്റ് കാണാൻ പറ്റില്ല. ഒരു നിഴൽ പോലെ കണ്ടത്. അത് ചെറുതായിട്ടൊന്ന് അനങ്ങി മുമ്പോട്ട് പോയപ്പോഴാണ് ഞാൻ കണ്ടത്. അങ്ങനെ നമ്മൾ അമ്പ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കണമ്പ് അതിനകത്തുണ്ടായിരുന്നു. ഞാനിന്ന് പിടിക്കാൻ നിന്നില്ല. ചെറിയ തോതിലൊക്കെ വേലിയേറ്റം തുടങ്ങിയ സമയത്താണ് നമ്മൾ ഒത്തിരി നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത്. അപ്പം വേലിയേറുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്. വേലിയേറിയ സമയത്താണ് നമുക്കിതിൽ ഇച്ചിരി നല്ലൊരു സൈസ് 3 കരിമീൻ പോകുന്നുണ്ട്. അതിന് നല്ല വലിപ്പമുള്ളൊരെണ്ണത്തിന് നമ്മളിഞ്ഞ് ഷൂട്ട് ചെയ്തെടുത്ത്. ചെളിക്ക് അടിച്ചു പൊളിച്ചു. മണ്ണായൊന്ന് കഴിവട്ടെ. ഉണ്ടോ? അടിപൊളി ഒരു കരിമീൻ. ബാഗിലിടട്ടെ. എന്താ അടിപൊളി ഒരു കരിമീനുണ്ടോ? കണ്ടു മണ്ണ് വന്നെറിച്ചു പോയി. കണ്ടത് കാര്യമായി. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാണ്. ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. മുച്ചിലാൻ പറയണം. ഉണ്ടോ?